ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അഭിമാനപൂർവ്വം വിളിക്കുന്ന കേരളം അതിഥി തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളുടെ പേരിൽ വീണ്ടും തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. പാലക്കാട് വാളയാറിൽ നടന്ന ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ എന്ന 31-കാരൻ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം കേരളീയ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം ഭീതിജനകമാണ്. ഒരു മനുഷ്യനെ സംശയത്തിന്റെ പേരിൽ വളഞ്ഞിട്ട് തല്ലിക്കൊല്ലാൻ മടിയില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ ഇടയിൽ ചിലർ അധംപതിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അതീവ ഗൗരവകരമാണ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് വാളയാറിനെ നടുക്കി ഈ ക്രൂരകൃത്യം അരങ്ങേറിയത്. നിസ്സഹായനായ ഒരു മനുഷ്യനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മോഷണ കുറ്റമോ മറ്റോ ആരോപിച്ചായിരുന്നു ഈ ആക്രമണം എന്നാണ് പ്രാഥമിക വിവരം. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലാത്ത ഒരു ജനാധിപത്യ രാജ്യത്ത് യാതൊരു തെളിവോ വിചാരണയോ കൂടാതെ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ആൾക്കൂട്ട നീതി യഥാർത്ഥത്തിൽ നീതിയല്ല, മറിച്ച് പച്ചയായ കുറ്റകൃത്യമാണ്. വാളയാറിൽ നടന്നത് വെറും ഒരു മർദ്ദനമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളും മൊഴികളും സൂചിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ഒരു വില്ലേജിൽ നിന്നാണ് രാംനാരായണൻ കേരളത്തിലെത്തിയത്. 10ഉം 8ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ, ഭാര്യ ലളിത, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വലയുന്ന അമ്മ എന്നിവരടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഇദ്ദേഹം. ദാരിദ്ര്യം മാറ്റാനും മക്കൾക്ക് നല്ലൊരു ഭാവി നൽകാനും വേണ്ടിയാണ് കിലോമീറ്ററുകൾ താണ്ടി അദ്ദേഹം ഈ നാട്ടിലെത്തിയത്. എന്നാൽ തന്റെ അധ്വാനത്തിന് പ്രതിഫലമായി അദ്ദേഹത്തിന് ലഭിച്ചത് മരണമായിരുന്നു. രാംനാരായണന്റെ മരണവാർത്ത അറിഞ്ഞ ശനിയാഴ്ച ഗ്രാമത്തിൽ നിന്നും തിരിച്ച കുടുംബം 3 ട്രെയിനുകൾ കയറിയാണ് കേരളത്തിലെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ പ്രിയപ്പെട്ടവന്റെ മൃതദേഹം കണ്ട് ആ കുടുംബം തകർന്നുപോയി. രോഗിയായ അമ്മയ്ക്കും ഒപ്പം വരാൻ പോലും ആയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ വേദനയുടെ ആഴം വ്യക്തമാകും. രാംനാരായണന്റെ കുടുംബം വെറുതെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല. തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ഭാര്യയും മക്കളും ബന്ധുക്കളും നടത്തിയ പ്രതിഷേധം കേരളത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, പ്രതികൾക്കെതിരെ SC/ST ആക്ട് പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ആവശ്യങ്ങൾ. പ്രതിഷേധം ശക്തമായതോടെ പാലക്കാട് RDO സ്ഥലത്തെത്തി ചർച്ചകൾ നടത്തി. അന്വേഷണത്തിന് IPS റാങ്കുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും നഷ്ടപരിഹാരം സംബന്ധിച്ച സർക്കാരിന് ശുപാർശ നൽകുമെന്നും ഉറപ്പ് നൽകിയതോടെയാണ് കുടുംബം ശാന്തരായത്. സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പാലക്കാട് SPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനോടകം തന്നെ 4 BJP പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറ്റവാളികൾക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് സർക്കാർ കരുതുന്നു. മധുവിനും സിദ്ധാർത്ഥനും ശേഷം കേരളം കണ്ട മറ്റൊരു ദാരുണമായ ആൾക്കൂട്ട ആക്രമണമാണ് രാംനാരായണന്റേത്. അന്യസംസ്ഥാന തൊഴിലാളികൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ 2ാം കിട പൗരന്മാരായി പരിഗണിക്കപ്പെടുന്നു എന്ന പരാതിക്ക് ഈ സംഭവം അടിവരയിടുന്നു. ഇരയുടെ വേഷമോ ഭാഷയോ രൂപമോ നോക്കി കുറ്റവാളിൽ മുദ്ര കുത്തുന്ന രീതി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അറസ്റ്റിലായവരിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രവർത്തികൾക്ക് ഇത്തരം ക്രൂരതകളിൽ പങ്കില്ലെന്ന് ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. ജസ്റ്റിസ് ഫോർ രാംനാരായൺ ആക്ഷൻ കമ്മിറ്റി, മാനവീയം തുടങ്ങിയ സംഘടനകൾ ഈ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ആശ്വാസകരമാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ബന്ധുക്കളെ എത്തിക്കുന്നതിലും അവർക്ക് വേണ്ട താമസം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഈ സംഘടനകൾ വലിയ പങ്ക് വഹിച്ചു. സർക്കാർ പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ഒരു താങ്ങാകുമെങ്കിലും അച്ഛൻ നഷ്ടപ്പെട്ട 2 കുട്ടികളെയും ഭർത്താവ് നഷ്ടപ്പെട്ട ലളിതയുടെയും ഭാവി വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. 25 ലക്ഷം രൂപ എന്ന കുടുംബത്തിന്റെ ആവശ്യം ന്യായമാണ്. അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ വിദ്യാഭ്യാസവും കുടുംബത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സർക്കാർ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. വാളയാറിലെ ഈ സംഭവം വെറും ഒരു വാർത്തയായി മാഞ്ഞു പോകരുത്. നിയമം കയ്യിലെടുക്കുന്ന ആൾക്കൂട്ടങ്ങൾക്കും അവർക്ക് ഒത്താശ ചെയ്യുന്നവർക്കും നൽകുന്ന ശിക്ഷ മാതൃകാപരമായിരിക്കണം. രാംനാരായണൻ എന്ന പാവപ്പെട്ട തൊഴിലാളിയുടെ മരണം കേരളത്തിന് ഒരു താക്കീതാണ്. നാം വളർത്തിയെടുക്കുന്ന മാനവികതയുടെയും സാക്ഷരതയുടെയും മൂല്യങ്ങൾ വെറും വാക്കുകളല്ല എന്ന് തെളിയിക്കേണ്ടത് ഈ കേസിൽ നീതി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം. ആ കുടുംബം സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കേരളത്തിൽ തങ്ങൾക്ക് നീതി ലഭിച്ചുവെന്ന ബോധ്യത്തോടെ മടങ്ങാൻ അവർക്ക് സാധിക്കണം. അതിന് ഭരണകൂടവും പോലീസും നിയമവ്യവസ്ഥയും ഒരുപോലെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. രാംനാരായണന്റെ കൊലപാതകത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുമുണ്ട്. IPS റാങ്കുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. കേസിൽ പ്രതികളായ 5 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് പുറമെ ഇര പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ SC/ST പീഡന നിരോധന നിയമത്തിലെ കടുത്ത വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ശേഖരിച്ചു വരികയാണെന്നും ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും പോലീസ് അറിയിച്ചു. ആൾക്കൂട്ട ആക്രമണങ്ങളെ ഭയാനകമായ വിപത്തെന്നാണ് കോടതി വിശേഷിപ്പിച്ചത്. ഇത്തരം സംഭവങ്ങൾ തടയാൻ ഓരോ സംസ്ഥാനവും പ്രത്യേക നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും അതിവേഗ കോടതികൾ വഴി 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതികൾ നിർദ്ദേശിക്കുന്നുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇരകൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം
സംരക്ഷണം നൽകാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്നും കോടതി അടിവരയിടുന്നു. വാളയാർ കേസിൽ ഈ വിധിന്യായങ്ങൾ അടിസ്ഥാനമാക്കി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാനാണ് പ്രോസിക്യൂഷൻ ലക്ഷ്യമിടുന്നത്. അതിഥി തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതും കോടതിയുടെ പരിഗണനയിൽ വരാവുന്ന വിഷയമാണ്.